നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നൈജൽ ഫരാജിന്റെ പ്രധാനമന്ത്രി മോഹങ്ങൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് പുതിയ അഭിപ്രായ സർവേ ഫലം. റിഫോം യുകെക്ക് കേവലം 16 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് സർവേ ഫലം. ജൂലൈ 30-നും ഓഗസ്റ്റ് 3-നും ഇടയിലായി ലോർഡ് ആഷ്ക്രോഫ്റ്റ് നടത്തിയ സർവേയിൽ റിഫോം യുകെക്ക് ലഭിച്ചത് വെറും 16% പേരുടെ പിന്തുണ മാത്രം. 2024 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയാണിതെന്ന് സൂചന. ആന്റി ബേണാമിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടിക്ക് 27% ജനപിന്തുണ ആർജിക്കാൻ കഴിഞ്ഞു എന്നും റിപ്പോർട്ട്. കെമി ബെഡ്നോക്കിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി 23% പോയിന്റുകൾ നേടി 2ാം സ്ഥാനത്തെത്തി. 15% ജനപിന്തുണയോടെ ഗ്രീൻ പാർട്ടി 4ാം സ്ഥാനത്തും 8% ജനപിന്തുണ നേടി ലിബറൽ ഡെമോക്രാറ്റുകൾ 5ാം സ്ഥാനത്തും എത്തിയെന്ന് കണക്കുകൾ. ഒരു വർഷത്തിലധികമായി എല്ലാ അഭിപ്രായ സർവേകളിലും 1ാം സ്ഥാനം തുടർന്ന് റിഫോം യുകെക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇത് എന്ന് വിദഗ്ധർ. ജീവിത ചെലവ് പ്രതിസന്ധി നേരിടുന്ന ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായി ആശ്വാസ പദ്ധതികൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റി ബേണാമിന്റെ ഓഫീസ്. ജനങ്ങൾക്ക് സാമ്പത്തികമായി ആശ്വാസം നൽകുകയാണ് നടപടിയുടെ ലക്ഷ്യമെന്ന് ടൗണിംഗ് സ്ട്രീറ്റ്. ഉപഭോക്തൃ സൗഹൃദ നടപടികൾക്ക് പ്രധാനമന്ത്രി മുൻഗണന നൽകുമെന്ന് സൂചന. രാജ്യത്തെ ഹൈസ്ട്രീറ്റുകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള നടപടികളും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചേക്കുമെന്നും അഭ്യൂഹം. സൂക്ഷിച്ചില്ല എങ്കിൽ തുടക്കകാലത്തും സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ മറ്റൊരു തലവേദന കൂടി എത്തുമെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ചില ലേബർ എംപിമാർ. കടുത്ത ഉഷ്ണതരംഗത്തെയും വരൾച്ചയെയും കാട്ടുതീയെയും ഒക്കെ നേരിടുന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ കാര്യങ്ങൾ അവതാളത്തിലാകുമെന്ന് ആശങ്ക. വടക്കൻ കടലിൽ എണ്ണ പ്രകൃതിവാതക ഖനനം വിപുലപ്പെടുത്താൻ ആന്റി ബേണാം തീരുമാനിച്ചാൽ അത് പാർട്ടിക്കുള്ളിൽ തന്നെ കലാപം സൃഷ്ടിച്ചേക്കാമെന്നും സൂചന. പ്രധാനമന്ത്രി ആന്റി ബേണാമിന് കടുത്ത തലവേദനയായി യുകെയിലെ ജയിലുകളിലെ തിരക്ക് കുറയ്ക്കാനെന്ന പേരിൽ ക്രിമിനലുകളെ നേരത്തെ മോചിപ്പിക്കാനുള്ള തീരുമാനം. യുകെയിലുടനീളം വൻ ജനരോക്ഷത്തിന് വഴിവെച്ച് ആൻഡ്രൂ ഹാർപ്പറിന്റെ കൊലയാളികളായ 2 പേർക്ക് ശിക്ഷാ ഇളവ് നൽകി ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പട്ടിക തയ്യാറാക്കിയ നടപടി. ജയിൽ തിരക്ക് കുറയ്ക്കാനുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആയിരക്കണക്കിന് തടവുകാരെ മോചിപ്പിക്കാൻ തീരുമാനമായത് കഴിഞ്ഞ ആഴ്ചയോടെ. പ്രതിഷേധങ്ങളെ തുടർന്ന് ചില വിഭാഗങ്ങളെ ഒഴിവാക്കിയെങ്കിലും ആൻഡ്രൂ ഹാർപ്പറിന്റെ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ആൽബർട്ട് ബോവേഴ്സ്, ജെസ്സി കോൾ എന്നിവർക്ക് ഇളവ് ലഭിക്കുന്നത് പട്ടികയിൽ. ശിക്ഷാ കാലയളവിന്റെ പകുതി മാത്രം പൂർത്തിയാക്കി ഇവരെ പുറത്തുവിടാനുള്ള നീക്കത്തിനെതിരെ യുകെയിൽ ഒപ്പുശേഖരണം ശക്തം. ഇവർക്കെതിരെ ഒപ്പുവച്ചിരിക്കുന്നത് ഇതിനകം 7.5 ലക്ഷത്തിലധികം ആളുകൾ. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 15 സമാധാന പദ്ധതി തള്ളി ഇസ്രായേൽ. ട്രംപ് സമാധാന പദ്ധതി മുന്നോട്ട് വച്ചിരുന്നത് ബോർഡ് ഓഫ് പീസ് എന്ന പേരിൽ. ഈ നിർദ്ദേശം തള്ളുന്നതായി വ്യക്തമാക്കിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് പൂർണ്ണമായും ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുന്നതുവരെ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കില്ല എന്ന് നെതന്യാഹു. വെടിനിർത്തൽ കരാറിന് ശേഷം യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാനുള്ള തന്റെ 15 പദ്ധതിയിൽ വലിയ പുരോഗതി ഉണ്ടായതായി ട്രംപ് അവകാശപ്പെട്ടത് കഴിഞ്ഞ മാസം. ഹമാസ് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ പലസ്തീനെതിരെ ഇസ്രായേൽ നടത്തിയത് വൻ രീതിയിലുള്ള ആക്രമണം. ഇന്ത്യക്കും ചൈനയ്ക്കും 100% വരെ തീരുവ ചുമത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അധികാരം നൽകുന്ന നിർണായക ബിൽ പാസാക്കി US സെനറ്റ്. റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്ന തുടരുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിടുന്ന ബിൽ ഇനി ജനപ്രതിനിധി സഭയുടെ പരിഗണനയിലേക്ക് പോകുമെന്ന് സൂചന. US സെനറ്റ് പാസാക്കിയ ബിൽ ജനപ്രതിനിധി സഭയുടെ അംഗീകാരം കൂടി നേടിയാൽ ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കിയേക്കാവുന്ന നിയമമായിരിക്കും ഇത് എന്ന് അഭ്യൂഹം. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ ചരക്ക് വ്യാപാരം സുഗമമാക്കാൻ ഇന്ത്യയിലേക്ക് റെയിൽപാത ആലോചിച്ച് റഷ്യ. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനൊരുങ്ങിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണവ കരാറിൽ തീരുമാനമായില്ല എങ്കിലും ഹോർമൂസ് പൂർണ്ണമായും തുറന്നാൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ട്രംപ് തയ്യാറാകുമെന്ന് റിപ്പോർട്ട്. പ്രദേശത്തെ സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും നിലവിലുള്ള വെടിനിർത്തൽ നീട്ടാനും ട്രംപ് ഭരണകൂടം നീങ്ങുന്നതായി സൂചന. എന്നാൽ ഹോർമൂസ് തുറന്നുകൊടുക്കാനായി കർശന ഉപാധികൾ മുന്നോട്ട് വെച്ച് ഇറാൻ. US നാവിക ഉപരോധം അവസാനിപ്പിക്കൽ, ഇറാന്റെ മേഖലയിൽ നിന്നുള്ള അമേരിക്കൻ സൈനിക പിന്മാറ്റം, ഉപരോധങ്ങൾ നീക്കം ചെയ്യൽ, മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകൽ തുടങ്ങിയ നിബന്ധനകൾ ആവർത്തിച്ച് ഇറാൻ ഭരണകൂടം. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ജാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകൾക്കെതിരെ ജാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നു എന്ന് സൂചന. ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള ജാർഖണ്ഡ് സർക്കാരുമായി വിദ്യാർത്ഥി പ്രതിനിധികൾ ഞായറാഴ്ച നടത്തിയ 6ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടു. ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ റാഞ്ചി വിധാൻസഭയിലേക്ക് നടത്തുന്ന മാർച്ച് പുരോഗമിക്കുന്നു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെ പുല്ലുവിളയിലെ വീട്ടിലെത്തി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂറും. മന്ത്രിമാരും വിഴിഞ്ഞം MLA M വിൻസെന്റും അടക്കമുള്ളവർ വീട്ടിലെത്തിയത് ഇന്ന് രാവിലെ 10:45ഓടെ. മന്ത്രിമാർ വീട്ടിലെത്തുന്നത് ജോണിനെ കാണാതായി 11 ദിവസങ്ങൾക്കു ശേഷം. മുഖ്യമന്ത്രി VD സതീഷിനെതിരെ ആഞ്ഞടിച്ച് ജോണിന്റെ മക്കൾ രംഗത്ത്. മന്ത്രിമാരുടെ സന്ദർശനം ഇതിനു പിന്നാലെ. മത്സ്യത്തൊഴിലാളികൾ കടലിൽ അപകടത്തിൽപ്പെട്ടാൽ രക്ഷപ്പെടുത്താൻ കൃത്യമായ സംവിധാനമില്ല എന്ന് ജോണിന്റെ മകൻ ജിനിൽ. കാലാവസ്ഥാ മുന്നറിയിപ്പുകളിൽ പലപ്പോഴും വീഴ്ച സംഭവിക്കുന്നുണ്ട് എന്ന് ഗുരുതര ആരോപണം.
സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ചീഫ് സെക്രട്ടറിയുടെ കത്ത് ലോക്ഭവൻ ആവശ്യപ്പെട്ട പ്രകാരമാണെന്ന മന്ത്രി എൻ ഷംസുദ്ദീന്റെ വിശദീകരണം തള്ളി ലോക്ഭവൻ. അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ച് ലോക്ഭവൻ. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കില്ല എന്ന് വ്യക്തമാക്കി മന്ത്രി കെ മുരളീധരൻ. ചീഫ് സെക്രട്ടറിയുടെ കത്തിന്മേൽ തുടർ നടപടി വേണ്ട എന്ന് മന്ത്രി കെ എം ഷാജി തദ്ദേശ വകുപ്പിന് നിർദ്ദേശം നൽകിയെന്ന് റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. നെയ്ജൽ ഫറാജിന്റെ പ്രധാനമന്ത്രി മോഹങ്ങൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് പുതിയ അഭിപ്രായ സർവേ ഫലം പുറത്തുവന്നു. റിഫോം യുകെക്ക് കേവലം 16 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. ജൂലൈ 30-നും ആഗസ്റ്റ് 3-നും ഇടയിലായി മുൻ കൺസർവേറ്റീവ് പാർട്ടി ട്രഷററും തിരഞ്ഞെടുപ്പ് വിദഗ്ധനുമായ ലോർഡ് ആഷ്ക്രോഫ്റ്റ് നടത്തിയ സർവേയിൽ റിഫോം യുകെക്ക് ലഭിച്ചത് വെറും 16% പേരുടെ പിന്തുണ മാത്രമായിരുന്നു. 2024 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയാണിത്. നെയ്ജൽ ഫറാജിന്റെ പ്രധാനമന്ത്രി മോഹത്തിന് തിരിച്ചടി നൽകി പുതിയ അഭിപ്രായ സർവേ ഫലം. റിഫോം യുകെക്ക് കേവലം 16 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. ജൂലൈ 30-നും ഓഗസ്റ്റ് 3-നും ഇടയിലായി മുൻ കൺസർവേറ്റീവ് പാർട്ടി ട്രഷററും തിരഞ്ഞെടുപ്പ് വിദഗ്ധനുമായ ലോർഡ് ആഷ്ക്രോഫ്റ്റ് നടത്തിയ സർവേയിൽ റിഫോം യുകെക്ക് ലഭിച്ചത് വെറും 16% പേരുടെ പിന്തുണ മാത്രമായിരുന്നു. അതേസമയം ആൻഡി ബേണാമിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടിക്ക് 27% ജനപിന്തുണ ആർജിക്കാൻ കഴിഞ്ഞപ്പോൾ കെമി ബേഡ്നോക്കിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി 23% പോയിന്റുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തി. റിഫോം യുകെക്ക് തൊട്ടുപിറകിലായി 15% ജനപിന്തുണയോടെ ഗ്രീൻ പാർട്ടി 4-ാം സ്ഥാനത്തെത്തിയപ്പോൾ ലിബറൽ ഡെമോക്രാറ്റുകൾക്ക് നേടാനായത് 8% ജനപിന്തുണ മാത്രമായിരുന്നു. ഒരു വർഷത്തിലധികമായി എല്ലാ അഭിപ്രായ സർവേകളിലും 1-ാം സ്ഥാനത്ത് തുടരുന്ന റിഫോം യുകെക്ക് വലിയൊരു തിരിച്ചടിയാണ് ഈ അഭിപ്രായ സർവേ ഫലം നൽകുന്നത്. നാളെ വോട്ടിംഗ് നടന്നാൽ ആർക്ക് വോട്ട് ചെയ്യുമെന്ന സാധാരണ സർവേ കമ്പനികളുടെ ചോദ്യത്തിൽ നിന്നും വിഭിന്നമായി അടുത്ത പൊതുതിരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യാനാണ് കൂടുതൽ സാധ്യത എന്ന ചോദ്യമാണ് ആഷ്ക്രോഫ്റ്റിന്റെ സർവേയിൽ ഉന്നയിച്ചത്. ഇത് അഭിപ്രായ സർവേ ഫലത്തിന് കൂടുതൽ വിശ്വാസ്യത നൽകുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ജീവിത ചെലവ് പ്രതിസന്ധി നേരിടുന്ന ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായി ആശ്വാസ പദ്ധതികൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് പ്രധാനമന്ത്രി ആൻഡി ബേണാമിന്റെ ഓഫീസ്. ജനങ്ങൾക്ക് സാമ്പത്തികമായി ആശ്വാസം നൽകുകയാണ് നടപടികളുടെ ലക്ഷ്യമെന്ന് ടൗണിംഗ് സ്ട്രീറ്റ് വ്യക്തമാക്കി. ഉപഭോക്തൃ സൗഹൃദ നടപടികൾക്ക് പ്രധാനമന്ത്രി മുൻഗണന നൽകും. ഇതിനൊപ്പം രാജ്യത്തെ ഹൈസ്ട്രീറ്റുകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള നടപടികളും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചേക്കും. ജനങ്ങൾക്ക് സാമ്പത്തികമായി ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായി ആശ്വാസ പദ്ധതികൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് പ്രധാനമന്ത്രി ആൻഡി ബേണാമിന്റെ ഓഫീസ്. വെസ്റ്റ് മിൻസ്റ്ററിൽ നിന്ന് പുറത്തുകടന്ന് യുകെയിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് ജനങ്ങളുമായി നേരിട്ട് സംസാരിക്കുന്ന സമ്മർ ടൂറിനും അദ്ദേഹം തുടക്കം കുറിക്കും. രാജ്യത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട് പ്രതീക്ഷ തിരികെ കൊണ്ടുവരാനും ബ്രിട്ടനെ കൂടുതൽ സമ്പന്നമാക്കാനും ലക്ഷ്യമിട്ടുള്ള 10 വർഷത്തെ പദ്ധതിക്ക് രൂപം നൽകാനാണ് പ്രധാനമന്ത്രിയുടെ നീക്കം. എന്നാൽ ജീവിത ചെലവ് സംബന്ധിച്ച വലിയ ഇടപെടലുകൾ ഒക്ടോബറിലെ ബജറ്റിന് മുൻപ് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ചാൻസലർ ജോൺ ഹീലി ശക്തമായ ധനകാര്യ അച്ചടക്കം തുടരുമെന്ന് വ്യക്തമാക്കിയതിനാൽ സർക്കാരിന് ചെലവഴിക്കാൻ കഴിയുന്ന തുകയ്ക്കും പരിധിയുണ്ടാകും. അതേസമയം ഇംഗ്ലണ്ടിലും വെയിൽസിലും ഒക്ടോബറിൽ ആരംഭിക്കാനിരിക്കുന്ന തടവുകാരുടെ നേരത്തെയുള്ള മോചന പദ്ധതി സർക്കാരിന് പുതിയ സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ്. പോലീസ് കോൺസ്റ്റബിൾ ആൻഡ്രൂ ഹാർപ്പറിനെ കൊലപ്പെടുത്തിയ കേസിലെ 2 പ്രതികൾക്കും അടുത്ത വർഷം പദ്ധതിയുടെ ഭാഗമായി നേരത്തെ മോചനം ലഭിക്കാൻ അർഹതയുണ്ടാകുമെന്നതാണ് പ്രധാന വിമർശനം. ഹാർപ്പറിന്റെ കുടുംബവും മുൻമുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളും ഇവരെ നേരത്തെയുള്ള മോചനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നേരത്തെ പദ്ധതിയുടെ പരിധി കുറയ്ക്കുന്നതിനായി അവലോകനത്തിന് ഉത്തരവിട്ടിരുന്നു. എന്നാൽ മാൻസ്ലോട്ടർ കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ ഇപ്പോഴും പദ്ധതിക്ക് അർഹരായിരിക്കും. ജയിൽ ശേഷിയെ ബാധിക്കുമെന്നതിനാൽ ഇതിൽ കൂടുതൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ നിലപാട്. ഏതൊരു സർക്കാരും അധികാരത്തിലെത്തിയാൽ ആദ്യ 100 ദിവസങ്ങൾ മധുവിധുക്കാലമാണെന്ന് പറയാറുണ്ട്. എന്നാൽ കുടിയേറ്റവും ശിക്ഷാ കാലാവധി തീരുന്നതിന് മുൻപ് ജയിൽ പുള്ളികളെ വിട്ടയക്കാനുള്ള തീരുമാനവുമൊക്കെയായി ആൻഡി ബേണാം സർക്കാരിന്റെ ആദ്യകാലം ഏറെ സംഘർഷഭരിതമായി തുടരുകയാണ്. സൂക്ഷിച്ചില്ല എങ്കിൽ തുടക്കകാലത്തും സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ മറ്റൊരു തലവേദന കൂടി എത്തുമെന്ന് ചില ലേബർ എംപിമാർ തന്നെ സർക്കാരിന് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു. ആൻഡി ബേണാം സർക്കാരിന്റെ ആദ്യകാലം ഏറെ സംഘർഷഭരിതമായി തുടരുകയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ തുടക്കകാലത്തും സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ മറ്റൊരു തലവേദന കൂടി എത്തുമെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ചില ലേബർ എംപിമാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് എന്ന് സൂചന. കടുത്ത ഉഷ്ണതരംഗത്തെയും വരൾച്ചയെയും കാട്ടുതീയെയും ഒക്കെ നേരിടുന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ കാര്യങ്ങൾ അവതാളത്തിലാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. വടക്കൻ കടലിൽ എണ്ണ പ്രകൃതിവാതക ഖനനം വിപുലപ്പെടുത്താൻ ആൻഡി ബേണാം തീരുമാനിച്ചാൽ അത് പാർട്ടിക്കുള്ളിൽ തന്നെ കലാപം സൃഷ്ടിച്ചേക്കാമെന്നാണ് ബാക്ക് ബെഞ്ചർമാരായ 3 എംപിമാർ നൽകുന്ന മുന്നറിയിപ്പ്. ഇത്രയും ദൈർഘ്യമേറിയ ചൂടേറിയതും വരണ്ടതുമായ കാലാവസ്ഥയ്ക്ക് ശേഷം വീണ്ടും കൂടുതൽ ഫോസിൽ ഇന്ധനം ഖനനം ചെയ്യുവാനുള്ള അനുമതി നൽകുന്നത് മണ്ടത്തരമാണെന്നും അവർ പറയുന്നു. മൃദു ഇടത് സമീപനം സ്വീകരിക്കുന്ന ഈ എംപിമാർ പറയുന്നത് ഗ്രീൻ പാർട്ടിയിലേക്ക് പോയ തങ്ങളുടെ വോട്ടർമാരിൽ പലരും തിരികെ പാർട്ടിയിലേക്ക് വരാൻ ആരംഭിച്ചിരിക്കുകയാണ് എന്നാണ്.
അതുകൊണ്ട് തന്നെ ഇക്കാര്യം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ പാർട്ടിക്ക് രാഷ്ട്രീയമായി തിരിച്ചടി ലഭിക്കാനും ഇടയുണ്ടെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. പുതിയ എണ്ണ പ്രകൃതിവാതക ഖനനത്തിന് നിരോധനം ഏർപ്പെടുത്തുമെന്നാണ് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയിരുന്നതെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. യുകെയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലൊന്നായ ബർമിംഗ്ഹാം എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഗേജ് എടുക്കാതെ വിമാനം പുറപ്പെട്ടത് യാത്രക്കാരെ പെരുവഴിയിലാക്കി. നൂറുകണക്കിന് യാത്രക്കാരുടെ പെട്ടികളും ലഗേജുകളും വിമാനത്തിൽ കയറ്റാതെ വിമാനം പുറപ്പെട്ടതാണ് പ്രശ്നത്തിനിടയാക്കിയത്. നിലവിൽ ഭൂരിഭാഗം യാത്രക്കാരുടെയും ലഗേജ് പ്രശ്നങ്ങൾ പരിഹരിച്ചതായി എയർപോർട്ട് അധികൃതർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സ്വന്തം ലഗേജ് കയ്യിൽ കിട്ടാതെ വിദേശ രാജ്യങ്ങളിൽ നിരവധി ആളുകൾ കുടുങ്ങിയിരിക്കുകയാണ്. യുകെയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലൊന്നായ ബർമിംഗ്ഹാം എയർപോർട്ടിൽ ലഗേജ് എടുക്കാതെ വിമാനം പുറപ്പെട്ടത് യാത്രക്കാരെ പെരുവഴിയിലാക്കി. സൈപ്രസ്, ടർക്കി, റോം, ഗ്ലോസ്കോ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോയ ജെറ്റ് 2, EasyJet, TUI തുടങ്ങിയ വിവിധ എയർലൈനുകളിലെ യാത്രക്കാരാണ് പ്രധാനമായും ദുരിതത്തിലായത്. ഗ്രാൻ കനാറിയയിലേക്ക് യാത്ര ചെയ്ത ലൂയിസ് ഫെന്റൺ എന്ന യാത്രക്കാരി തന്റെ ഓട്ടിസം ബാധിച്ച മകളുമായി നേരിട്ട അനുഭവം പങ്കുവച്ചു. ദിവസങ്ങളോളം ഒരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്ന് ബീച്ച് ഷോപ്പുകളിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങേണ്ടി വന്നുവെന്നും ഓട്ടിസം ബാധിച്ച മകൾക്ക് പുതിയ വസ്ത്രങ്ങളുമായി പൊരുത്തപ്പെടാൻ സാധിക്കാതെ ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല എന്നും അവർ പറഞ്ഞു. ആരുടെ തെറ്റാണെന്നതിനേക്കാൾ തങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങൾ എപ്പോൾ കിട്ടുമെന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത്. പലരും ആയിരക്കണക്കിന് പൗണ്ട് ചെലവാക്കി പ്ലാൻ ചെയ്ത അവധിക്കാലമാണ് ഈ അനാസ്ഥ കാരണം പാഴായത്. ലഗേജ് ബോർഡിംഗ് തടസ്സപ്പെടുമെന്ന് നേരത്തെ അറിഞ്ഞിട്ടും ചെക്ക് ഇൻ ഡെസ്കുകളിൽ ജീവനക്കാർ അത് മറച്ചുവെച്ചുവെന്നും വിമാനത്തിൽ കയറിയ ശേഷമാണ് വിവരം അറിയുന്നതെന്നും യാത്രക്കാർ ആരോപിക്കുന്നു. ബ്രിസ്റ്റോൾ എയർപോർട്ടിലെ റൺവേ തടസ്സം കാരണം വിമാനങ്ങൾ ബർമിംഗ്ഹാമിലേക്ക് തിരിച്ചുവിട്ടതാണ് പൊടുന്നനെ ലഗേജ് ഹാൻഡ്ലിംഗിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതെന്ന് വിമാനത്താവള വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഉണ്ടായ സൗകര്യക്കുറവിനും യാത്രക്കാർക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്കും ബർമിംഗ്ഹാം എയർപോർട്ട് അധികൃതർ ആത്മാർത്ഥമായി മാപ്പപേക്ഷിച്ചു. ലഗേജുകൾ എത്രയും വേഗം യാത്രക്കാരിലേക്ക് എത്തിക്കാൻ എയർലൈനുകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും അവർ അറിയിച്ചു. ലഗേജ് കാണാതായാൽ യാത്രക്കാർ എന്താണ് ചെയ്യേണ്ടതെന്ന് പരിശോധിക്കാം. ലഗേജ് നഷ്ടപ്പെടുകയോ വൈകുകയോ ചെയ്താൽ ബർമിംഗ്ഹാം എയർപോർട്ടല്ല, മറിച്ച് നിങ്ങൾ യാത്ര ചെയ്ത എയർലൈനോ ടൂർ ഓപ്പറേറ്ററോ ആണ് ഇതിന് ഉത്തരവാദികൾ. അത്തരം സാഹചര്യങ്ങളിൽ യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി പറയുന്നവയാണ്. പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഫോം പൂരിപ്പിക്കുക. വിമാനമിറങ്ങിയ ഉടൻ തന്നെ ബന്ധപ്പെട്ട എയർപോർട്ടിലെ ലഗേജ് ഡെസ്കിലെത്തി പ്രോപ്പർട്ടി ഇറഗുലാരിറ്റി റിപ്പോർട്ട് ഫോം പ്രധാനമായും പൂരിപ്പിച്ച് നൽകുക. ലഗേജ് കയ്യിൽ കിട്ടുന്നത് വൈകുകയാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 ദിവസത്തേക്ക് അത്യാവശ്യ വസ്ത്രങ്ങൾ, മരുന്നുകൾ, ടോയ്ലറ്ററികൾ എന്നിവ വാങ്ങാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇതിന്റെ ചെലവ് എയർലൈനുകൾ റീഇംബേഴ്സ്മെന്റ് ചെയ്ത് നൽകേണ്ടതാണ്. വാങ്ങുന്ന എല്ലാ സാധനങ്ങളുടെയും റെസിപ്റ്റുകളും ബില്ലുകളും സുരക്ഷിതമായി സൂക്ഷിക്കുക. ഇത് ക്ലെയിം ചെയ്യുമ്പോൾ നിർബന്ധമാണ്. ലഗേജ് 21 ദിവസത്തിനുള്ളിൽ തിരികെ ലഭിച്ചില്ല എങ്കിൽ അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടതായി കണക്കാക്കും. ഇത്തരത്തിൽ പരമാവധി 1300 പൗണ്ട് വരെ എയർലൈനിൽ നിന്ന് നഷ്ടപരിഹാരമായി ക്ലെയിം ചെയ്യാം. ലഗേജിൽ വലിയ തുകയുടെയോ വിലപിടിപ്പുള്ളതോ ആയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനായി ട്രാവൽ ഇൻഷുറൻസ് വഴി ക്ലെയിം ചെയ്യുന്നതാണ് ഉചിതം. സാധാരണയായി 28 ദിവസത്തിനുള്ളിൽ ഇത്തരം നഷ്ടപരിഹാര തുകകൾ എയർലൈനുകൾ തിരികെ നൽകാറുണ്ട്. നിലവിലെ പ്രതിസന്ധി അടുത്ത 48 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായി പരിഹരിക്കപ്പെടുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. യുകെയിലെ ജയിലുകളിലെ തിരക്ക് കുറയ്ക്കാനെന്ന പേരിൽ ക്രിമിനലുകളെ നേരത്തെ മോചിപ്പിക്കാനുള്ള സർക്കാർ നീക്കം പുതിയ പ്രധാനമന്ത്രി ആൻഡി ബേണാമിന് കടുത്ത തലവേദനയാകുന്നു. 2019 ഡ്യൂട്ടിക്കിടെ അതിക്രൂരമായി കൊല്ലപ്പെട്ട പോലീസുകാരൻ PC ആൻഡ്രൂ ഹാർപ്പറിന്റെ കൊലയാളികളായ 2 പേർക്ക് ശിക്ഷാ ഇളവ് നൽകി ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പട്ടിക തയ്യാറാക്കിയതാണ് യുകെയിലുടനീളം വൻ ജനരോക്ഷത്തിന് വഴിവെച്ചിരിക്കുന്നത്. അധികാരത്തിലേറെ അധികം നാൾ തികയുന്നതിന് മുൻപ് തന്നെ PC ആൻഡ്രൂ ഹാർപ്പറിന്റെ കൊലയാളികളായ 2 പേർക്ക് ശിക്ഷാ ഇളവ് നൽകി യുകെയിലെ ജയിലുകളിലെ തിരക്ക് കുറയ്ക്കാനെന്ന പേരിൽ മോചിപ്പിക്കാൻ പട്ടിക തയ്യാറാക്കിയത് പൊതുജന മധ്യത്തിലും പോലീസ് സേനയ്ക്കുള്ളിലും സർക്കാരിന്റെ ജനപ്രീതി കുത്തനെ ഇടിയാൻ തീരുമാനമായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയോടെയാണ് ജയിൽ തിരക്ക് കുറയ്ക്കാനുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയിരക്കണക്കിന് തടവുകാരെ മോചിപ്പിക്കാൻ തീരുമാനമായത്. പ്രതിഷേധങ്ങളെ തുടർന്ന് ചില വിഭാഗങ്ങളെ ഒഴിവാക്കിയെങ്കിലും ആൻഡ്രൂ ഹാർപ്പറിന്റെ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ആൽബർട്ട് ബോവേഴ്സ്, ജെസി കോൾ എന്നിവർക്ക് ഇളവ് ലഭിക്കുന്നവരുടെ പട്ടികയിൽ തുടർന്നു. ശിക്ഷാ കാലയളവിന്റെ പകുതി മാത്രം പൂർത്തിയാക്കി ഇവരെ പുറത്തുവിടാനുള്ള നീക്കത്തിനെതിരെ യുകെയിൽ ഒപ്പുശേഖരണം ശക്തമാണ്. ഇതിനകം 7.5 ലക്ഷത്തിലധികം ആളുകളാണ് ഇവർക്കെതിരെ ഒപ്പുവെച്ചിരിക്കുന്നത്. നിയമനിർമ്മാതാക്കളും പോലീസ് ഫെഡറേഷനും നീക്കത്തെ രൂക്ഷമായി വിമർശിച്ചു. കേവലം ഭരണപരമായ സൗകര്യങ്ങൾക്കായി ദാരുണമായ ഒരു കൊലപാതകത്തിലെ പ്രതികളെ തുറന്നുവിടുന്നത് നീതികേടിന്മേൽ നീതികേട് കാട്ടുന്നതിന് തുല്യമാണ് എന്ന് പ്രതിപക്ഷ നേതാക്കളും ജനപ്രതിനിധികളും തുറന്നടിച്ചു. പ്രധാനമന്ത്രി ആൻഡി ബേണാമിന്റെ ഭരണമികവിനും ജനപ്രീതിക്കും നേരിട്ട ആദ്യത്തെ വലിയ ടെസ്റ്റായിട്ടാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ഇതിനെ കാണുന്നത്. ഈ കേസ് വീണ്ടും മാധ്യമങ്ങളിൽ നിറയുമ്പോൾ UK മലയാളികളടക്കമുള്ള പൊതുസമൂഹത്തിന്റെ മനസ്സ് വീണ്ടും വിങ്ങുകയാണ്. കാരണം ഒരു സാധാരണ കൊലപാതക കേസ് എന്നതിലുപരി ആൻഡ്രൂ ഹാർപ്പറിന്റെ കഥ ഓരോ പൗരന്റെയും ഉള്ളുലയ്ക്കുന്ന ഒന്നായിരുന്നു. 2019 ഓഗസ്റ്റ് 15-നാണ് സംഭവം. വിവാഹം കഴിഞ്ഞ് കേവലം 4 ആഴ്ചകൾ മാത്രം പിന്നിട്ടപ്പോഴായിരുന്നു ആൻഡ്രൂവിന്റെ അന്ത്യം. അന്ന് രാത്രി ജോലി കഴിഞ്ഞ് ഭർത്താവ് തിരിച്ചെത്തിയതാണെന്ന് കരുതി വാതിൽ തുറന്ന ലിസി ഹാർപ്പർ എന്ന നവവധുവിന് മുന്നിൽ നഗരത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് നിന്നത്. തന്റെ പ്രിയതമൻ ഇനിയില്ല എന്ന ദാരുണ സന്ദേശമാണ് അവർ ലിസിയെ അറിയിച്ചത്.
കൗമാരപ്രായത്തിൽ സ്കൂളിൽ വെച്ച് പ്രണയത്തിലായവരായിരുന്നു ആൻഡ്രൂവും ലിസിയും. 13 വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഒന്നിച്ചവർ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനിരിക്കെ ഹണിമൂൺ യാത്രയ്ക്ക് തൊട്ടുമുൻപാണ് ദുരന്തം വിരുന്നെത്തിയത്. കടുത്ത വേനലിലെ 6ാം ഉഷ്ണതരംഗത്തിനായി ബ്രിട്ടൻ തയ്യാറെടുക്കുന്നതിനിടയിൽ ഈ ആഴ്ച പുതിയ കുറച്ച് സ്ഥലങ്ങൾ കൂടി വരൾച്ച ബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചേക്കാമെന്ന് റിപ്പോർട്ടുകൾ. ഏകദേശം 16 ദശലക്ഷം പേരെ ഇത് ബാധിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഹോസ് പൈപ്പ് നിരോധനം കൂടുതൽ കർക്കശമാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായേക്കാം. കാർ വാഷുകൾ, സ്വകാര്യ സ്വിമ്മിംഗ് പൂളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ജലം ഉപയോഗിക്കുന്നത് നിരോധിക്കാൻ പോലും ജലവിതരണ കമ്പനി ആലോചിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. 6ാം ഉഷ്ണതരംഗത്തിനായി ബ്രിട്ടൻ തയ്യാറെടുക്കുന്നതിനിടയിൽ ഏകദേശം 16 ദശലക്ഷം പേരെ ഇത് ബാധിക്കുമെന്ന് റിപ്പോർട്ട്. ഹോസ് പൈപ്പ് നിരോധനം, കാർ വാഷുകൾ, സ്വകാര്യ സ്വിമ്മിംഗ് പൂളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ജലം ഉപയോഗിക്കാൻ തുടങ്ങിയ നടപടികൾക്ക് സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. അങ്ങനെ സംഭവിച്ചാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലത്തിനിടയിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു നിരോധനം ഉണ്ടാകുന്നത്. ഈ ആഴ്ച മധ്യത്തോടെ താപനില 35 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. മാത്രമല്ല, താപനില 30 ഡിഗ്രിയിൽ കവിഞ്ഞ 34 ദിവസങ്ങൾ ഉണ്ടായ 1995-ലെ റെക്കോർഡ് ഈ വർഷം തകരുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിക്കുന്നു. ഇന്നലെ ഞായറാഴ്ച തെക്കൻ ലണ്ടനിലെ ചിലയിടങ്ങളിൽ താപനില 31 ഡിഗ്രി സെൽഷ്യസിലെത്തിയതോടെ ഈ റെക്കോർഡിന് ഒപ്പം എത്തിയിരിക്കുകയാണ്. കടുത്ത ചൂടും ദൈർഘ്യമേറിയ ഉഷ്ണകാലാവസ്ഥയും ബ്രിട്ടനിലെ ജലവിതരണ ശൃംഖലയ്ക്ക് മേൽ അമിത സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. വെയിൽസ് മുഴുവനും ഒപ്പം ഇംഗ്ലണ്ടിലെ 7 പ്രദേശങ്ങളും ഇപ്പോൾ തന്നെ വരൾച്ചാബാധിത പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റ് 6 പ്രദേശങ്ങൾ കൂടി ദൈർഘ്യമേറിയ വരണ്ട കാലാവസ്ഥ അനുഭവിക്കുന്നതിനാൽ അവ കൂടി അധികം വൈകാതെ വരൾച്ചാബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടേക്കാം. തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലെയും വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെയും ഒട്ടുമിക്ക പ്രദേശങ്ങളും, കിഴക്കൻ മിഡ്ലാൻഡ്സ്, ലിങ്കൺഷെയർ, നോർത്താംപ്ടൺഷെയർ എന്നിവയും ഇതിൽ ഉൾപ്പെടും. വരുന്ന ആഴ്ചകളിൽ ഈ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിട്ടില്ല. അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ പല സ്ഥലങ്ങളുടെയും വരൾച്ചയുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റസിൽ വ്യത്യാസം വരുമെന്ന് എൻവയോൺമെന്റ് ഏജൻസിയും അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഇംഗ്ലണ്ടിലെ ജലസംഭരണികളിൽ ജലത്തിന്റെ അളവ് 69% കുറഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു വർഷത്തിന്റെ ഈ സമയ അളവിൽ ഉണ്ടായിരിക്കേണ്ട ശരാശരി ജലത്തിന്റെ അളവിനേക്കാൾ 12% കുറവായിരിക്കും ഇത് 5 സംഭരണികളിൽ ഇപ്പോൾ ജലം അസാധാരണമാം വിധം കുറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നദികളിൽ നിന്നും പാടങ്ങളിൽ ജലസേചനം നടത്തുന്നതിനായി നദികളിൽ നിന്നും ജലം ശേഖരിക്കാൻ കർഷകർക്ക് നൽകിയിട്ടുള്ള ലൈസൻസുകളുടെ കാര്യത്തിലും നിയന്ത്രണം കൊണ്ടുവന്നേക്കും. ഇത്തരം ലൈസൻസുകൾക്ക് മേൽ ഇപ്പോൾ തന്നെ 1500-ലധികം നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനു പുറമെ ഈസ്റ്റ് ആംഗ്ലിയയിൽ ഈ ആഴ്ച കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ഇത് ബ്രിട്ടീഷ് കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല. നദികളിൽ ജലനിരപ്പ് താഴ്ന്നതോടെ ശുദ്ധജല മത്സ്യങ്ങൾ കൂട്ടത്തോടെ മരണപ്പെടുന്നത് ഉൾനാടൻ മത്സ്യബന്ധനത്തെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരൻ ലണ്ടനിൽ തേൻ ഉൽപ്പന്നങ്ങളും ഭക്ഷ്യവസ്തുക്കളും വിൽക്കുന്ന ബിസിനസ് സ്ഥാപനം നടത്തുന്നതായി വെളിപ്പെടുത്തൽ. ഈജിപ്ത് സ്വദേശിയായ യാസർ അൽ സിറി എന്നയാളാണ് 3 പതിറ്റാണ്ടോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ബ്രിട്ടനിൽ അഭയം നേടി വടക്കൻ ലണ്ടനിൽ വ്യാപാരിയായി കഴിയുന്നത്. ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരൻ ലണ്ടനിൽ ആൾമാറാട്ടം നടത്തി ജീവിക്കുന്നുവെന്ന് വെളിപ്പെടുത്തൽ. പടിഞ്ഞാറൻ ലണ്ടനിലെ ആഡംബര മേഖലയായ മൈദാവെയിലിൽ സ്ഥിരതാമസമാക്കിയ അൽ സിറി വടക്കു പടിഞ്ഞാറൻ ലണ്ടനിലാണ് സ്വന്തം സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്നത്. പ്രാദേശികമായി ഹാജി എന്നറിയപ്പെടുന്ന ഇയാൾ താടി ചായം പൂശി പ്രദേശത്തെ പള്ളിയിലേക്കും ബിസിനസ് ആവശ്യങ്ങൾക്കുമായി ദിനചര്യ തടസ്സമില്ലാതെ തുടരുന്നതായി ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വ്യാപാരികൾക്കും പ്രാദേശിക സ്ഥാപനങ്ങൾക്കും മൊത്തമായി പാനീയങ്ങളും തേനും വിതരണം ചെയ്യുന്നതാണ് ഇയാളുടെ ബിസിനസ്. മാധ്യമപ്രവർത്തകർ ബിസിനസ് കേന്ദ്രങ്ങളിലെത്തിയെങ്കിലും ഒഴിവുകഴിവുകൾ പറഞ്ഞ് പ്രതികരിക്കാൻ ഇയാൾ തയ്യാറായില്ല. ഓഫീസിന് പുറത്ത് കാർ പാർക്ക് ചെയ്തിരുന്നെങ്കിലും ഇയാൾ സ്ഥലത്തില്ല എന്നാണ് ജീവനക്കാർ ആദ്യം മറുപടി നൽകിയത്. 1993-ൽ അന്നത്തെ ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രി ആതിഫ് സെദ്കിയെ കാർ ബോംബ് സ്ഫോടനത്തിലൂടെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പങ്കാളിയായതിനെ തുടർന്നാണ് ഇയാൾ രാജ്യം വിട്ടത്. പെൺകുട്ടികളുടെ സ്കൂളിന് മുന്നിൽ നടന്ന ആക്രമണത്തിൽ 12 വയസ്സുള്ള പെൺകുട്ടി കൊല്ലപ്പെട്ടിരുന്നു. ഈ കേസിൽ ഈജിപ്ഷ്യൻ കോടതി ഇയാൾക്ക് അഭാവത്തിൽ വധശിക്ഷ വിധിക്കുകയായിരുന്നു. അൽ ഖ്വയ്ദ തലവൻ ഉസാമ ബിൻ ലാദനെയും താലിബാനെയും പരസ്യമായി പിന്തുണച്ച ചരിത്രമുള്ളയാളാണ് യാസർ അൽ സിറി. ബിൻ ലാദന്റെ മരണശേഷം ഇയാൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മനോഹരമായ രക്തസാക്ഷിത്വത്തിലൂടെയാണ് കടന്നുപോയതെന്ന് പ്രതികരിച്ച് അൽ സിറി വിവാദം സൃഷ്ടിച്ചിരുന്നു. 2003-ൽ US വാഹനങ്ങൾ തകർക്കുന്ന താലിബാന്റെ പ്രചരണ വീഡിയോകളെയും ഇയാൾ പിന്തുണച്ചിരുന്നു. ഇതേ തുടർന്ന് അൽ ജമാഅ അൽ ഇസ്ലാമിയ എന്ന ഭീകര സംഘടനയ്ക്ക് സഹായം നൽകിയതിന് ന്യൂയോർക്കിലെ ഗ്രാൻഡ് ജൂറി ഇയാൾക്കെതിരെ കേസെടുത്തെങ്കിലും ബ്രിട്ടനിൽ നിന്ന് ഇയാളെ വിട്ടുകിട്ടാനുള്ള നടപടികളിലേക്ക് അമേരിക്ക കടന്നില്ല. 1993-ലെ വേൾഡ് ട്രേഡ് സെന്റർ സ്ഫോടനത്തിന്റെ സൂത്രധാരനും US-ൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത ഷെയ്ഖ് ഉമർ
അബ്ദുൾ റഹ്മാനെയും ഇയാൾ പരസ്യമായി പിന്തുണച്ചിരുന്നു. മുൻ ബ്രിട്ടീഷ് എംപി പാട്രിക് മെർസർ ഇയാളെ അതീവ അപകടകാരിയായ വ്യക്തിയെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. 1994 ബ്രിട്ടനിലെത്തി അഭയം അപേക്ഷിച്ച ഇയാളുടെ ഹർജി ബ്രിട്ടീഷ് അധികൃതർ തള്ളിയിരുന്നെങ്കിലും നികുതിദായകരുടെ പണം ഉപയോഗിച്ച് ഇയാൾ 8ലധികം തവണ നിയമ പോരാട്ടം നടത്തി. ഒടുവിൽ ഈജിപ്തിലേക്ക് തിരിച്ചയച്ചാൽ ജീവന് ഭീഷണിയുണ്ടെന്ന വാദം കണക്കിലെടുത്ത് UK ട്രൈബ്യൂണൽ ഇയാൾക്ക് അനുകൂലമായ നിലപാടിലെത്തി. കടുത്ത ഭീകരവാദ കേസുകളിൽ ഉൾപ്പെട്ടവരെ അഭയാർത്ഥികളായി പരിഗണിക്കാൻ കഴിയില്ല എന്ന അന്താരാഷ്ട്ര കൺവെൻഷനിലെ വകുപ്പ് ചൂണ്ടിക്കാട്ടി അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി പ്രീതി പട്ടേൽ ഇയാൾക്കെതിരെ അപ്പീൽ നൽകിയെങ്കിലും അപ്പീൽ കോടതി ഇയാൾക്ക് അനുകൂലമായി വിധിച്ചു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുങ്ങി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണവ കരാറിൽ തീരുമാനമായില്ല എങ്കിലും ഹോർമുസ് പൂർണ്ണമായും തുറന്നാൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ട്രംപ് തയ്യാറാകുന്നെന്ന് US മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ട് ചെയ്തത്. പൂർണ്ണവും അന്തിമവുമായ ആണവ കരാർ വേണമെന്നതിൽ ഉറച്ചു നിൽക്കുന്നതിനു പകരം ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിച്ചാൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ട്രംപ് തയ്യാറായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആണവ കരാറിൽ തീരുമാനമായില്ല എങ്കിലും ഹോർമൂസ് പൂർണ്ണമായും തുറന്നാൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ട്രംപ് തയ്യാറാകുമെന്ന് സൂചന. പ്രദേശത്തെ സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും നിലവിലുള്ള വെടിനിർത്തൽ നീട്ടാനും ട്രംപ് ഭരണകൂടം നീങ്ങുന്നതായാണ് സൂചന പുറത്തുവരുന്നത്. ഇക്കാര്യത്തിനായി ട്രംപ് ആഴ്ചകളായി ശ്രമം നടത്തുകയാണെന്നും ഇറാനുമായി പുതിയ ആണവ കരാർ ഇല്ലാതെ തന്നെ പിന്മാറാമെന്ന് മുതിർന്ന സഹായികളോട് അദ്ദേഹം പറഞ്ഞതായും US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഹോർമുസ് തുറന്നുകൊടുക്കാനായി കർശന ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. US നാവിക ഉപരോധം അവസാനിപ്പിക്കൽ, ഇറാന്റെ മേഖലയിൽ നിന്നുള്ള അമേരിക്കൻ സൈനിക പിന്മാറ്റം, ഉപരോധങ്ങൾ നീക്കം ചെയ്യൽ, മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകൽ തുടങ്ങിയവയാണ് നിബന്ധനകൾ. US-ഉമായുള്ള യുദ്ധത്തിൽ ഇറാന്റെ ഏറ്റവും വലിയ ആയുധമാണ് ഹോർമുസ് കടലിടുക്ക്. ഇറാനുമായുള്ള യുദ്ധത്തെ തുടർന്ന് US സൈന്യത്തിന്റെ ആയുധ ശേഖരത്തിലുണ്ടായ വൻ കുറവ് പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് ആയുധോൽപാദനം അടിയന്തരമായി വർദ്ധിപ്പിക്കാൻ പ്രതിരോധ കമ്പനികൾക്ക് പെന്റഗണിന്റെ കർശന നിർദ്ദേശം. വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഡെപ്യൂട്ടി ഡിഫൻസ് സെക്രട്ടറി സ്റ്റീവ് ഫെയിൻസ്ബർഗ് പ്രതിരോധ മേഖലയിലെ പ്രമുഖ കമ്പനികൾക്ക് കത്തയച്ചു. ഇറാനുമായുള്ള യുദ്ധത്തെ തുടർന്ന് US സൈന്യത്തിന്റെ ആയുധശേഖരത്തിൽ ഉണ്ടായ വൻ കുറവ് പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് ആയുധോൽപാദനം അടിയന്തരമായി വർദ്ധിപ്പിക്കാൻ പ്രതിരോധ കമ്പനികൾക്ക് പെന്റഗണിന്റെ കർശന നിർദ്ദേശം നൽകിയെന്ന് സൂചന. ആയുധ വിതരണവും ഉൽപാദനവും ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനുള്ള വ്യക്തമായ പദ്ധതികൾ 21 ദിവസത്തിനകം സമർപ്പിക്കാനാണ് നിർദ്ദേശം. വർഷങ്ങൾ നീളുന്ന വികസന പ്രക്രിയകൾ ഇനി അനുവദിക്കാനാകില്ല എന്നും നമ്മൾ ആയുധോൽപാദന ശേഷി ഉടനടി വിപുലീകരിക്കണമെന്നുമാണ് കത്തിൽ പറയുന്നത്. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ പഠനപ്രകാരം US-ന്റെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ എണ്ണത്തിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യുദ്ധത്തിന് മുൻപ് 2330 എണ്ണം ഉണ്ടായിരുന്ന പേട്രിയറ്റ് മിസൈൽ വേധ സംവിധാനം ഏപ്രിലിലെ വെടിനിർത്തൽ സമയത്ത് 1030 കുറഞ്ഞു. നിലവിലേത് 759നും 827നും ഇടയിലേക്ക് ചുരുങ്ങി. യുദ്ധത്തിന് മുൻപ് 452 എണ്ണം ഉണ്ടായിരുന്ന താഡ് പ്രതിരോധ സംവിധാനം നിലവിൽ 234നും 278നും ഇടയിലേക്ക് കുറഞ്ഞു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കുറവ് കാരണം ശത്രുക്കളുടെ ഡ്രോണുകൾക്കും മിസൈലുകൾക്കുമെതിരെ US-ന്റെ പ്രതിരോധ ശക്തി ക്ഷയിച്ചിട്ടുണ്ട്. ഇത് അമേരിക്കൻ സൈനികരുടെ സുരക്ഷയെ കൂടുതൽ അപകടത്തിലാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സൈന്യത്തിന് ആവശ്യമായ ആയുധങ്ങൾ കൃത്യസമയത്ത് എത്തിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പെന്റഗൺ വക്താവ് സീൻ പാർവെൽ പറഞ്ഞു. പുതിയ നിർദ്ദേശങ്ങൾ വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യക്കും ചൈനയ്ക്കും 100% വരെ തീരുവ ചുമത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അധികാരം നൽകുന്ന നിർണായക ബിൽ US സെനറ്റ് പാസാക്കി. റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിടുന്ന ബിൽ ഇനി ജനപ്രതിനിധി സഭയുടെ പരിഗണനയിലേക്ക് പോകും. US സെനറ്റ് പാസാക്കിയ ബിൽ ജനപ്രതിനിധി സഭയുടെ അംഗീകാരം കൂടി നേടിയാൽ ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കിയേക്കാവുന്ന നിയമമായിരിക്കും ഇത്. റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിടുന്ന നിർണായക ബിൽ പാസാക്കി അമേരിക്കൻ സെനറ്റ്. ഇന്ത്യക്കും ചൈനയ്ക്കും 100% വരെ തീരുവ ചുമത്താൻ ട്രംപിന് അധികാരം നൽകുന്ന ബിൽ ഇന്ത്യക്ക് തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക. അതിനിടെ പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ ചരക്ക് വ്യാപാരം സുഗമമാക്കാൻ ഇന്ത്യയിലേക്ക് റെയിൽപാത ആലോചിച്ച് റഷ്യ. ഹോർമുസിലെയും തുർക്കിയിലെയും ഫോസ്ഫറസ് കടലിടുക്കിലൂടെയുള്ള യുദ്ധ സാഹചര്യവും സുരക്ഷാ ഭീഷണിയും ഒഴിവാക്കി വ്യാപാരം സുഗമമാക്കാൻ ഒരു പുതിയ പാത വേണം. അതിനുള്ള സാധ്യതകൾ റഷ്യ ഇപ്പോൾ പരിശോധിക്കുകയാണ്. ഹോർമുസിലെയും തുർക്കിയിലെ ബോസ്ഫറസ് കടലിടുക്കിലൂടെയുള്ള യുദ്ധ സാഹചര്യവും സുരക്ഷാ ഭീഷണിയും ഒഴിവാക്കി വ്യാപാരം സുഗമമാക്കാൻ ഒരു പുതിയ പാതയ്ക്കാണ് റഷ്യ ലക്ഷ്യമിടുന്നത്. അതിനുള്ള സാധ്യതകൾ റഷ്യ പരിശോധിക്കുന്നുമുണ്ട്. ഒരു അഭിമുഖത്തിൽ റഷ്യൻ ഉപപ്രധാനമന്ത്രി മർഗൻ ഖുസ്നലിൻ ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. തുർക്ക്മെനിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലൂടെയാണ് പാത കടന്നു പോകുക. വ്യാപാരം എന്ന് പറയുമ്പോൾ റഷ്യ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ക്രൂഡ് ഓയിൽ വിൽപ്പനയാണ്. പാത നിലവിൽ വന്നാൽ യുദ്ധഭീഷണി ഉണ്ടായാലും ഊർജ്ജ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാകില്ല.
നിലവിൽ ഹോർമൂസ് അടച്ചപ്പോൾ തന്നെ ലോകത്ത് എണ്ണ വ്യാപാരത്തിന്റെ 25%, LNG വ്യാപാരത്തിൽ 20% കുറവ് വന്നിരുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുകയാണ് പുതിയ പാതയുടെ ലക്ഷ്യം. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 15 സമാധാന പദ്ധതി തള്ളി ഇസ്രായേൽ. ബോർഡ് ഓഫ് പീസ് എന്ന പേരിലാണ് ട്രംപ് സമാധാന പദ്ധതി മുന്നോട്ട് വച്ചിരുന്നത്. ഈ നിർദ്ദേശം തള്ളുന്നതായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. ഹമാസ് പൂർണ്ണമായും ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുന്നതുവരെ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഹമാസിന്റെ പൂർണ്ണമായ നിരായുധീകരണം സാധ്യമാകണമെന്ന പേരിൽ വെടിനിർത്തൽ ധാരണ നിലനിൽക്കുമ്പോഴും ഗാസയിൽ സൈനികാക്രമണങ്ങൾ ഇസ്രായേൽ തുടരുന്നതിനിടയിലാണ് ട്രംപിന്റെ 15 സമാധാന പദ്ധതി തള്ളുന്നതായി നെതന്യാഹു വിശദമാക്കിയത്. വെടിനിർത്തൽ കരാറിന് ശേഷം യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാനുള്ള തന്റെ 15 പദ്ധതിയിൽ വലിയ പുരോഗതി ഉണ്ടായതായി കഴിഞ്ഞ മാസമാണ് ട്രംപ് അവകാശപ്പെട്ടത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് പലസ്തീനെതിരെ ഇസ്രായേൽ നടത്തിയത്. ഞായറാഴ്ച നടന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് ട്രംപിന്റെ സമാധാന കരാർ തള്ളുന്നതായി നെതന്യാഹു വ്യക്തമാക്കിയത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നെതന്യാഹു നിലപാട് കടുപ്പിക്കുന്നതെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ അനുഭാവികളിൽ നിന്ന് വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് സമാധാന കരാർ ഉപേക്ഷിക്കാൻ നെതന്യാഹു നേരിട്ടിരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഗാസയിലേക്കുള്ള ട്രംപിന്റെ സമാധാന പദ്ധതി പ്രഖ്യാപിച്ചത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 128.57 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.17 യൂറോ, ഒരു US ഡോളർ 95.25 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 110.15 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.3 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ജാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകൾക്കെതിരെ ജാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നു. ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള ജാർഖണ്ഡ് സർക്കാരുമായി വിദ്യാർത്ഥി പ്രതിനിധികൾ ഞായറാഴ്ച നടത്തിയ 6ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ റാഞ്ചി വിധാൻസഭയിലേക്ക് നടത്തുന്ന മാർച്ച് പുരോഗമിക്കുന്നത്. ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള ജാർഖണ്ഡ് സർക്കാരുമായി വിദ്യാർത്ഥി പ്രതിനിധികൾ ഞായറാഴ്ച നടത്തിയ 6ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടതിനെ തുടർന്ന് ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ജാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകൾക്കെതിരെ ജാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാർത്ഥികളോടും വിധാൻസഭ മാർച്ചിൽ പങ്കുചേരാൻ വിദ്യാർത്ഥി നേതാവ് രവീന്ദ്ര പസ്വാൻ ആഹ്വാനം ചെയ്തു. സമരം പൂർണ്ണമായും സമാധാനപരമായിരിക്കുമെന്നും പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സാമൂഹിക വിരുദ്ധരെ പോലീസിന് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥി മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ റാഞ്ചി നഗരത്തിലുടനീളം സുരക്ഷ ശക്തമാക്കി. വിധാൻസഭയിലേക്കുള്ള പാതയിൽ ജഗന്നാഥ ക്ഷേത്രത്തിനു സമീപം കമ്പിവേലികൾ സ്ഥാപിച്ച് പോലീസ് വഴിതടഞ്ഞു. വിധാൻസഭയുടെ 750 മീറ്റർ ചുറ്റളവിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 163 പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി റാഞ്ചിയിലെ ഭൂരിഭാഗം സ്കൂളുകൾക്കും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരുന്നു. ഞായറാഴ്ച നടന്ന ചർച്ചയിൽ പ്രശ്നപരിഹാരത്തിന് ഇരുവിഭാഗവും ഗൗരവം കാണിച്ചില്ല എന്നാരോപിച്ചാണ് ചർച്ച പരാജയപ്പെട്ടത്. വിദ്യാർത്ഥികളുടെ 98% ആവശ്യങ്ങളും അംഗീകരിച്ചതായി സംസ്ഥാന സർക്കാർ അവകാശപ്പെടുമ്പോൾ ഈ അവകാശവാദം പൂർണ്ണമായും തെറ്റാണെന്ന് വിദ്യാർത്ഥി നേതാക്കൾ പറയുന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചു. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയുടെ കാറിന് നേരെ ആക്രമണം. ഞായറാഴ്ച നോർത്ത് 24 പർഗാനാസ് ജില്ലയിലാണ് സംഭവം. അജ്ഞാതരായ അക്രമികൾ കല്ലുകളും ഇഷ്ടികകളും കൊണ്ട് തന്റെ കാർ ആക്രമിച്ചെന്നും താൻ കൊല്ലപ്പെട്ടേക്കാമായിരുന്നുവെന്നും മമതാ ബാനർജി പറഞ്ഞു. അതേസമയം സംഭവത്തെ അപലപിച്ച BJP ആക്രമണത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്നും വ്യക്തമാക്കി. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയുടെ കാറിന് നേരെ ഞായറാഴ്ച നോർത്ത് 24 പർഗാനാസ് ജില്ലയിൽ വെച്ച് ആക്രമണം. അജ്ഞാതരായ അക്രമികൾ കല്ലുകളും ഇഷ്ടികകളും കൊണ്ട് തന്റെ കാർ ആക്രമിച്ചെന്നും താൻ കൊല്ലപ്പെട്ടേക്കാമായിരുന്നുവെന്നും മമതാ ബാനർജി പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിൽ മരിച്ച ഒരു പാർട്ടി പ്രവർത്തകന്റെ വീട് സന്ദർശിക്കാൻ പോകുന്നതിനിടെയാണ് ഹാലിസഹറിൽ വെച്ച് മമതാ ബാനർജിയുടെ വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായത്. മമതയുടെ വാഹനം തടഞ്ഞു നിർത്തിയ ഒരു കൂട്ടം ആളുകൾ വാഹനം വളയുകയായിരുന്നു. പോലീസ് ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായത്. കാറിന് നേരെ ചെളിയും ചെരുപ്പുകളും വെള്ളക്കുപ്പികളും ഇവർ വലിച്ചെറിഞ്ഞു. ഇതിനിടെ കള്ളന്മാരെ തുരത്തു എന്ന മുദ്രാവാക്യവും പ്രതിഷേധക്കാർ മുഴക്കി. തുടർന്ന് പോലീസ് സുരക്ഷയൊരുക്കി പ്രതിഷേധക്കാരെ നീക്കിയതോടെയാണ് മമതാ ബാനർജിയുടെ വാഹനത്തിന് മുന്നോട്ട് പോകാനായത്. സാമൂഹ്യ വിരുദ്ധരാണ് പോലീസിന്റെ മുന്നിൽ വെച്ച് തന്റെ കാറിന് നേരെ കല്ലെറിഞ്ഞതെന്ന് മമതാ ബാനർജി പ്രതികരിച്ചു. കാറിന്റെ ചില്ലടച്ചില്ലായിരുന്നുവെങ്കിൽ കല്ല് തലയിലോ മറ്റോ കണ്ട് താൻ മരിക്കുമായിരുന്നു. അതുവരെ താൻ ഇത്തരമൊരു ആക്രമണം നേരിട്ടിട്ടില്ല. പോലീസ് നമ്മളെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്തില്ല. BJPക്കാർക്ക് മാത്രമാണ് പോലീസ് സംരക്ഷണം നൽകുന്നതെന്നും മമതാ ബാനർജി ആരോപിച്ചു. സംഭവ സമയം തൃണമൂൽ MPമാരായ കല്യാൺ ബാനർജി,
ഡോലാസൻ എന്നിവരും മമതാ ബാനർജിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇരുവരും പോലീസിനെയും സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചു. അതേസമയം മമതയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്നും പ്രതികൾക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ സാമിക് ഭട്ടാചാര്യ പ്രതികരിച്ചു. തൃണമൂലിലെ വിമത എംപിമാർ ചേർന്ന NCPI നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ പാർട്ടിയിൽ ഭിന്നതയെന്ന് റിപ്പോർട്ട്. BJPയുമായുള്ള സഖ്യത്തിന്റെ പേരിലാണ് പാർട്ടിയിൽ ഭിന്നത ഉടലെടുത്തത്. തൃണമൂൽ വിട്ടെത്തിയ എംപിമാരിൽ 3 പേരാണ് BJP ബന്ധത്തിന്റെ പേരിൽ NCPIയിൽ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത്. BJPയുമായുള്ള സഖ്യത്തിന്റെ പേരിൽ തൃണമൂലിലെ വിമത എംപിമാർ ചേർന്ന NCPI പാർട്ടിയിൽ ഭിന്നതയെന്ന് റിപ്പോർട്ട്. BJPയുമായി സഹകരിച്ചാൽ അത് തങ്ങളുടെ മണ്ഡലങ്ങളിലെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയ്ക്കിടയാക്കുമെന്നാണ് ഇവരുടെ നിലപാട്. BJP ബന്ധത്തിന്റെ പേരിൽ 3 എംപിമാർ തുടർച്ചയായി NDA യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. തൃണമൂൽ വിട്ടെത്തിയ എംപിമാരായ അബു താഹിർ ഖാൻ, ഖലീലുർ റഹ്മാൻ, യൂസഫ് പത്താൻ എന്നിവരാണ് BJP ബന്ധത്തിന്റെ പേരിൽ NCPI നേതൃത്വവുമായി ഇടഞ്ഞിരിക്കുന്നത്. BJPയുമായി സഹകരിച്ചാൽ തങ്ങളുടെ മണ്ഡലത്തിലെ വോട്ടർമാരുടെ പിന്തുണ നഷ്ടപ്പെടുമെന്നാണ് ഇവർ പറയുന്നത്. ഇതോടെയാണ് NDA യോഗങ്ങളിൽ നിന്ന് എംപിമാർ വിട്ടുനിന്നത്. അതേസമയം മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുമായി സഹകരിക്കുമെന്നും എംപിമാർ പറയുന്നു. BJPയുടെ ഭാഗമാകില്ല എന്ന് കഴിഞ്ഞ ദിവസം അബു താഹിർ ഖാൻ തുറന്നു പറഞ്ഞിരുന്നു. BJPക്കൊപ്പം പോകില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അബു താഹിർ ഖാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. NDAയുടെ ഭാഗമാകാനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം തൃണമൂൽ വിമതരുടെ BJPയോടുള്ള എതിർപ്പ് നാടകമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. വിമത എംപിമാർ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നായിരുന്നു തൃണമൂൽ എംപിയായ കല്യാൺ ബാനർജിയുടെ ആരോപണം. NCPIയുടെ ഭാഗമാണെന്ന് കാണിച്ച് വിമത എംപിമാരെല്ലാം സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. NCPI NDAയുടെ ഭാഗമാണെന്ന് അവർ നേതാക്കളും ആരോപിച്ചു. എന്നാൽ NCPIയിൽ ചേർന്നതോടെ വിമത എംപിമാർക്ക് ഇപ്പോൾ അവരുടെ മണ്ഡലങ്ങളിൽ പോലും പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. മുർഷിദാബാദിലടക്കം 65% ന്യൂനപക്ഷ വോട്ടർമാരാണ്. അവർ വഞ്ചിക്കപ്പെട്ടു. ഇപ്പോൾ BJPയോട് എതിർപ്പുണ്ടെന്ന് പറഞ്ഞ് എംപിമാർ നാടകം കളിക്കുകയാണെന്നും കല്യാൺ ബാനർജി ആരോപിച്ചു. വിമത എംപിമാരിൽ ചിലർക്ക് മമതയ്ക്കൊപ്പം തിരിച്ചെത്താൻ ആഗ്രഹമുണ്ടെന്ന് തൃണമൂൽ നേതാവ് സൗഗത ഘോഷ് ആവശ്യപ്പെട്ടു. ചില വിമത എംപിമാർ ഇക്കാര്യത്തിൽ തന്നെ ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെ പുല്ലുവിളയിലെ വീട്ടിലെത്തി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂറും. ഇന്ന് രാവിലെ 10:45ഓടെയാണ് മന്ത്രിമാരും വിഴിഞ്ഞം MLA M വിൻസെന്റും അടക്കമുള്ളവർ വീട്ടിലെത്തിയത്. ജോണിനെ കാണാതായി 11 ദിവസങ്ങൾക്കു ശേഷമാണ് മന്ത്രിമാർ വീട്ടിലെത്തുന്നത്. മത്സ്യത്തൊഴിലാളികളെ കാണാതായ വിഷയത്തിൽ സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെ വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെ പുല്ലുവിളയിലെ വീട്ടിലെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂറും. മുഖ്യമന്ത്രി VD സതീശനെതിരെ ആഞ്ഞടിച്ച് ജോണിന്റെ മക്കൾ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിമാരുടെ സന്ദർശനം. മന്ത്രിമാർക്ക് മുന്നിൽ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ജോണിന്റെ കുടുംബം ഉന്നയിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ അപകടത്തിൽപ്പെട്ടാൽ രക്ഷപ്പെടുത്താൻ കൃത്യമായ സംവിധാനമില്ല എന്ന് ജോണിന്റെ മകൻ ജിനിൽ പറഞ്ഞു. കടലിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് വൈകി വരുന്നത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. 1 മണിയോടെയായിരുന്നു പപ്പ കടലിൽ പോയത്. 2 മണിക്കാണ് മുന്നറിയിപ്പ് സൈറ്റിൽ വന്നത്. 4 മണിക്കായിരുന്നു സൈറൻ മുഴങ്ങിയത്. ഈ സമയം പപ്പ കടലിൽ എത്തിയിരുന്നുവെന്നും ജിനിൽ പറഞ്ഞു. കാലാവസ്ഥാ മുന്നറിയിപ്പുകളിൽ പലപ്പോഴും വീഴ്ച സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ കാറ്റ് വീശിയില്ല. മുന്നറിയിപ്പിന്മേലുള്ള വിശ്വാസ്യതയാണ് ബാധിക്കുന്നതെന്നും ജിനിൽ കൂട്ടിച്ചേർത്തു. കുടുംബത്തിന് നഷ്ടപ്പെട്ടത് വിലപ്പെട്ട ജീവനാണ് എന്നായിരുന്നു സന്ദർശനത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. പ്രതീക്ഷ കൈവിടാതെ തന്നെ സർക്കാർ തിരച്ചിൽ നടത്തുകയാണ്. നിലവിൽ കോസ്റ്റ് ഗാർഡിന് പരിമിതികളുണ്ട്. അതിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കും. മറൈൻ ആംബുലൻസിന്റെ അലൈൻമെന്റിലും പ്രശ്നങ്ങളുണ്ട്. അപകടം നടന്ന ഉടനെ തിരച്ചിൽ നടത്താൻ കേന്ദ്ര സർക്കാരുമായി ഇടപെടൽ നടത്തുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അധിക്ഷേപ പരാമർശത്തിലും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. മുഖ്യമന്ത്രി ഒരിക്കലും തീരദേശ മേഖലയെ അവഹേളിച്ചിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. തീരദേശ മേഖലയുമായി ഏറ്റവും അടുപ്പമുള്ള ആളാണ് മുഖ്യമന്ത്രിയെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ചീഫ് സെക്രട്ടറിയുടെ കത്ത് ലോക്ഭവൻ ആവശ്യപ്പെട്ട പ്രകാരമാണെന്ന മന്ത്രി N ഷംസുദ്ദീന്റെ വിശദീകരണം തള്ളി ലോക്ഭവൻ. അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് ലോക്ഭവൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഇതിനിടെ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കില്ല എന്ന് മന്ത്രി K മുരളീധരൻ വ്യക്തമാക്കി. ചീഫ് സെക്രട്ടറിയുടെ കത്തിന്മേൽ തുടർ നടപടി വേണ്ട എന്നും മന്ത്രി KM ഷാജി തദ്ദേശ വകുപ്പിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ചീഫ് സെക്രട്ടറിയുടെ കത്ത് ലോക്ഭവൻ ആവശ്യപ്പെട്ട പ്രകാരമാണെന്ന മന്ത്രി N ഷംസുദ്ദീന്റെ വിശദീകരണം തള്ളി അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് ലോക്ഭവൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് 15-ന് സംസ്ഥാന, ജില്ലാ, പ്രാദേശിക തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന പതാക ഉയർത്തൽ ചടങ്ങുകളിലും ആഘോഷ പരിപാടികളിലും വന്ദേമാതരം ആലപിക്കണമെന്ന് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിൽ പ്രത്യേക നിർദ്ദേശവും ഉൾപ്പെടുത്തിയിട്ടില്ല. ദേശീയ ഗാനവും ദേശഭക്തി ഗാനങ്ങളും ആലപിക്കാമെന്ന നിർദ്ദേശം മാത്രമാണ് സർക്കുലറിലുള്ളത്.
മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിലും വന്ദേമാതരം മുഴുവനായി ആലപിക്കില്ല. ആലപിക്കണമെന്ന ആവശ്യം ലോക്ഭവൻ ഉന്നയിച്ചിട്ടുമില്ല. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ മാത്രമാണ് വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്ന് ലോക്ഭവൻ ആവശ്യപ്പെടാറുള്ളത്. 17 വരെ സംഘടിപ്പിക്കുന്ന ഹർ ഘർ തിരങ്ക പരിപാടിയിൽ വന്ദേമാതരം ആലപിക്കണമെന്ന് തദ്ദേശ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ നൽകിയ കത്താണ് വിവാദമായത്. ഹർ ഘർ തിരങ്കയുടെ ഭാഗമായി നടത്തുന്ന എല്ലാ പരിപാടികളിലും പതാക ഉയർത്തുന്നതിനൊപ്പം വന്ദേമാതരം ആലപിക്കണമെന്നായിരുന്നു കത്തിലെ ആവശ്യം. തദ്ദേശ വകുപ്പാണ് പരിപാടി സംഘടിപ്പിക്കേണ്ടത്. കേന്ദ്ര സർക്കാർ ജൂലൈ 14 പുറപ്പെടുവിച്ച സർക്കുലറിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറി നിർദ്ദേശം കൈമാറിയത്. എന്നാൽ മന്ത്രി KM ഷാജി ഈ നിർദ്ദേശം നടപ്പാക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയതോടെ വന്ദേമാതരം മുഴുവനായി ആലപിക്കില്ല എന്ന് ഉറപ്പായി. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ ആക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ സംഘപരിവാർ സഹയാത്രികൻ TG മോഹൻദാസിന്റെ മൊബൈലിൽ വീഡിയോ കണ്ടെത്തി. അധിക്ഷേപ പരാമർശം നടത്തിയ വീഡിയോയാണ് TG മോഹൻദാസിന്റെ ഫോണിൽ നിന്ന് കണ്ടെത്തിയത്. ഇന്നലെ പോലീസ് പിടിച്ചെടുത്ത ഫോണിലാണ് വീഡിയോ ഉള്ളത്. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ സംഘപരിവാർ സഹയാത്രികൻ TG മോഹൻദാസിന്റെ മൊബൈലിൽ നിന്ന് അധിക്ഷേപ പരാമർശം നടത്തിയ വീഡിയോ കണ്ടെത്തി. TG മോഹൻദാസിനെ താമസിയാതെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം. അന്വേഷണവുമായി TG മോഹൻദാസ് സഹകരിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഇന്നലെയാണ് കേസിൽ TG മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എറണാകുളം മട്ടാഞ്ചേരിയിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ഇയാളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. TG മോഹൻദാസിന്റെ ഡിജിറ്റൽ ഉപകരണങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നുള്ള സൈബർ സെൽ ഉദ്യോഗസ്ഥർ TG മോഹൻദാസിന്റെ മട്ടാഞ്ചേരിയിലെ വീട്ടിലെത്തിയത്. കേസെടുത്ത് 11 ദിവസം കഴിഞ്ഞിട്ടും TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ വിമർശനം ഉയർന്നിരുന്നു. അർജുൻ ആയങ്കിക്കെതിരായ പോലീസ് നടപടികൾക്കിടെ എന്തുകൊണ്ട് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യവും ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് മോഹൻദാസിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയത്. SFI പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജൂലൈ 29-ാം തീയതിയായിരുന്നു TG മോഹൻദാസിനെതിരെ പോലീസ് കേസെടുത്തത്. പരിശീലനത്തിനിടെ വിരലിന് പരിക്കേറ്റ ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിന് പൂർണ്ണ സജ്ജനാണെന്ന് ഇന്ത്യൻ സ്പിൻ ബോളിംഗ് കോച്ച് സായിരാജ് ബഹുദുലെ. ശ്രീലങ്കൻ 11-എതിരായ സന്നാഹ മത്സരത്തിന്റെ അവസാന ദിനം ഗിൽ കളത്തിലിറങ്ങിയിരുന്നു. ഓഗസ്റ്റ് 15-ന് ഗാലയിൽ ആരംഭിക്കുന്ന 2 മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപായി സന്നാഹ മത്സരത്തിൽ മികച്ച വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് സന്നാഹത്തിലെ ജയം. പരിശീലനത്തിനിടെ വിരലിന് പരിക്കേറ്റ ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിന് പൂർണ്ണ സജ്ജനാണെന്ന് ഇന്ത്യൻ സ്പിൻ ബോളിംഗ് കോച്ച്. പരിശീലനത്തിനിടെ പന്ത് വിരലിൽ കൊണ്ടതിനെ തുടർന്ന് സന്നാഹ മത്സരത്തിന്റെ ആദ്യ 2 ദിവസം ഗില്ലിന് വിശ്രമം അനുവദിച്ചിരുന്നു. എന്നാൽ അവസാന ദിവസം ബാറ്റിംഗിനിറങ്ങിയ താരം 54 പന്തിൽ 7 ഫോറുകളോടെ 44 റൺസ് നേടി തന്റെ തിരിച്ചുവരവ് ഗംഭീരമാക്കി. ഇന്ത്യയുടെ 207 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് അനായാസം എത്താൻ ഇന്നിംഗ്സ് അടിത്തറപ്പാക്കി. ഗില്ലിനെ ആദ്യ ദിവസങ്ങളിൽ മാറ്റി നിർത്തിയത് മുൻകരുതലിന്റെ ഭാഗമായിട്ടായിരുന്നുവെന്നും അദ്ദേഹം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ബഹുദുലെ പറഞ്ഞു. മറ്റെന്തിനേക്കാളും ഇതൊരു മുൻകരുതൽ മാത്രമായിരുന്നു. അദ്ദേഹം പരിശീലനം നടത്തുന്നുണ്ടായിരുന്നു. അതിനാൽ ആദ്യ ദിവസം അദ്ദേഹത്തെ കളത്തിലിറക്കേണ്ട എന്ന് മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു. 2ാം ഇന്നിംഗ്സിൽ അദ്ദേഹം ബാറ്റ് ചെയ്ത രീതി അതിഗംഭീരമായിരുന്നു. ടെസ്റ്റ് മത്സരത്തിന് അദ്ദേഹം പൂർണ്ണ സജ്ജനാണ് എന്ന് ബഹുദുലെ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നൈജൽ ഫരാജിന്റെ പ്രധാനമന്ത്രി മോഹങ്ങൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് പുതിയ അഭിപ്രായ സർവേ ഫലം. റിഫോം UKക്ക് കേവലം 16 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് സർവേ ഫലം. ജൂലൈ 30-നും ഓഗസ്റ്റ് 3-നും ഇടയിലായി ലോർഡ് അഷ്ക്രോഫ്റ്റ് നടത്തിയ സർവേയിൽ റിഫോം UKക്ക് ലഭിച്ചത് വെറും 16% പേരുടെ പിന്തുണ മാത്രം. 2024 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയാണിതെന്ന് സൂചന. ആന്റി ബേണാമിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടിക്ക് 27% ജനപിന്തുണ ആർജിക്കാൻ കഴിഞ്ഞു എന്നും റിപ്പോർട്ട്. കെമി ബെഡ്നോക്കിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി 23% പോയിന്റുകൾ നേടി 2ാം സ്ഥാനത്തെത്തി. 15% ജനപിന്തുണയോടെ ഗ്രീൻ പാർട്ടി 4ാം സ്ഥാനത്തും 8% ജനപിന്തുണ നേടി ലിബറൽ ഡെമോക്രാറ്റുകൾ 5ാം സ്ഥാനത്തും എത്തിയെന്ന് കണക്കുകൾ. 1 വർഷത്തിലധികമായി എല്ലാ അഭിപ്രായ സർവേകളിലും 1ാം സ്ഥാനം തുടർന്ന് റിഫോം UKക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇത് എന്ന് വിദഗ്ധർ. ജീവിത ചെലവ് പ്രതിസന്ധി നേരിടുന്ന ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായി ആശ്വാസ പദ്ധതികൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റി ബേണാമിന്റെ ഓഫീസ്. ജനങ്ങൾക്ക് സാമ്പത്തികമായി ആശ്വാസം നൽകുകയാണ് നടപടികളുടെ ലക്ഷ്യമെന്ന് ടൗണിംഗ് സ്ട്രീറ്റ്. ഉപഭോക്തൃ സൗഹൃദ നടപടികൾക്ക് പ്രധാനമന്ത്രി മുൻഗണന നൽകുമെന്ന് സൂചന. രാജ്യത്തെ ഹൈസ്ട്രീറ്റുകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള നടപടികളും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചേക്കുമെന്നും അഭ്യൂഹം. സൂക്ഷിച്ചില്ല എങ്കിൽ തുടക്കകാലത്തും സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ മറ്റൊരു തലവേദന കൂടി എത്തുമെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ചില ലേബർ എംപിമാർ. കടുത്ത ഉഷ്ണതരംഗത്തെയും വരൾച്ചയെയും കാട്ടുതീയെയും ഒക്കെ നേരിടുന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ കാര്യങ്ങൾ അവതാളത്തിലാകുമെന്ന് ആശങ്ക. വടക്കൻ കടലിൽ എണ്ണ പ്രകൃതിവാതക ഖനനം വിപുലപ്പെടുത്താൻ ആന്റി ബേണാം തീരുമാനിച്ചാൽ അത് പാർട്ടിക്കുള്ളിൽ തന്നെ കലാപം സൃഷ്ടിച്ചേക്കാമെന്നും സൂചന.
പ്രധാനമന്ത്രി ആന്റി ബെർണാമിന് കടുത്ത തലവേദനയായി യുകെയിലെ ജയിലുകളിലെ തിരക്ക് കുറയ്ക്കാനെന്ന പേരിൽ ക്രിമിനലുകളെ നേരത്തെ മോചിപ്പിക്കാനുള്ള തീരുമാനം. യുകെയിലുടനീളം വൻ ജനരോക്ഷത്തിന് വഴിവെച്ച് ആൻഡ്രൂ ഹാർപ്പറിന്റെ കൊലയാളികളായ 2 പേർക്ക് ശിക്ഷാ ഇളവ് നൽകി ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പട്ടിക തയ്യാറാക്കിയ നടപടി. ജയിൽ തിരക്ക് കുറയ്ക്കാനുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയിരക്കണക്കിന് തടവുകാരെ മോചിപ്പിക്കാൻ തീരുമാനമായത് കഴിഞ്ഞ ആഴ്ചയോടെ. പ്രതിഷേധങ്ങളെ തുടർന്ന് ചില വിഭാഗങ്ങളെ ഒഴിവാക്കിയെങ്കിലും ആൻഡ്രൂ ഹാർപ്പറിന്റെ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ആൽബർട്ട് ബോവേഴ്സ്, ജെസ്സി കോൾ എന്നിവർക്ക് ഇളവ് ലഭിക്കുന്നത് പട്ടികയിൽ. ശിക്ഷാ കാലയളവിന്റെ പകുതി മാത്രം പൂർത്തിയാക്കി ഇവരെ പുറത്തുവിടാനുള്ള നീക്കത്തിനെതിരെ യുകെയിൽ ഒപ്പുശേഖരണം ശക്തം. ഇവർക്കെതിരെ ഒപ്പുവച്ചിരിക്കുന്നത് ഇതിനകം 7.5 ലക്ഷത്തിലധികം ആളുകൾ. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 15 സമാധാന പദ്ധതി തള്ളി ഇസ്രായേൽ. ട്രംപ് സമാധാന പദ്ധതി മുന്നോട്ട് വച്ചിരുന്നത് ബോർഡ് ഓഫ് പീസ് എന്ന പേരിൽ. ഈ നിർദ്ദേശം തള്ളുന്നതായി വ്യക്തമാക്കിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് പൂർണ്ണമായും ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുന്നതുവരെ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കില്ല എന്ന് നെതന്യാഹു. വെടിനിർത്തൽ കരാറിന് ശേഷം യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാനുള്ള തന്റെ 15 പദ്ധതിയിൽ വലിയ പുരോഗതി ഉണ്ടായതായി ട്രംപ് അവകാശപ്പെട്ടത് കഴിഞ്ഞ മാസം. ഹമാസ് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ പലസ്തീനെതിരെ ഇസ്രായേൽ നടത്തിയത് വൻ രീതിയിലുള്ള ആക്രമണം. ഇന്ത്യക്കും ചൈനയ്ക്കും 100% വരെ തീരുവ ചുമത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അധികാരം നൽകുന്ന നിർണായക ബിൽ പാസാക്കി US സെനറ്റ്. റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്ന തുടരുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിടുന്ന ബിൽ ഇനി ജനപ്രതിനിധി സഭയുടെ പരിഗണനയിലേക്ക് പോകുമെന്ന് സൂചന. US സെനറ്റ് പാസാക്കിയ ബിൽ ജനപ്രതിനിധി സഭയുടെ അംഗീകാരം കൂടി നേടിയാൽ ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കിയേക്കാവുന്ന നിയമമായിരിക്കും ഇത് എന്ന് അഭ്യൂഹം. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ ചരക്ക് വ്യാപാരം സുഗമമാക്കാൻ ഇന്ത്യയിലേക്ക് റെയിൽപാത ആലോചിച്ച് റഷ്യ. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനൊരുങ്ങിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണവ കരാറിൽ തീരുമാനമായില്ല എങ്കിലും ഹോർമൂസ് പൂർണ്ണമായും തുറന്നാൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ട്രംപ് തയ്യാറാകുമെന്ന് റിപ്പോർട്ട്. പ്രദേശത്തെ സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും നിലവിലുള്ള വെടിനിർത്തൽ നീട്ടാനും ട്രംപ് ഭരണകൂടം നീങ്ങുന്നതായി സൂചന. എന്നാൽ ഹോർമൂസ് തുറന്നുകൊടുക്കാനായി കർശന ഉപാധികൾ മുന്നോട്ട് വെച്ച് ഇറാൻ. US നാവിക ഉപരോധം അവസാനിപ്പിക്കൽ, ഇറാന്റെ മേഖലയിൽ നിന്നുള്ള അമേരിക്കൻ സൈനിക പിന്മാറ്റം, ഉപരോധങ്ങൾ നീക്കം ചെയ്യൽ, മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകൽ തുടങ്ങിയ നിബന്ധനകൾ ആവർത്തിച്ച് ഇറാൻ ഭരണകൂടം. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ജാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകൾക്കെതിരെ ജാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നു എന്ന് സൂചന. ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള ജാർഖണ്ഡ് സർക്കാരുമായി വിദ്യാർത്ഥി പ്രതിനിധികൾ ഞായറാഴ്ച നടത്തിയ 6ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടു. ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ റാഞ്ചി വിധാൻസഭയിലേക്ക് നടത്തുന്ന മാർച്ച് പുരോഗമിക്കുന്നു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെ പുല്ലുവിളയിലെ വീട്ടിലെത്തി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂറും. മന്ത്രിമാരും വിഴിഞ്ഞം MLA M വിൻസെന്റും അടക്കമുള്ളവർ വീട്ടിലെത്തിയത് ഇന്ന് രാവിലെ 10:45ഓടെ. മന്ത്രിമാർ വീട്ടിലെത്തുന്നത് ജോണിനെ കാണാതായി 11 ദിവസങ്ങൾക്കു ശേഷം. മുഖ്യമന്ത്രി VD സതീഷിനെതിരെ ആഞ്ഞടിച്ച് ജോണിന്റെ മക്കൾ രംഗത്ത്. മന്ത്രിമാരുടെ സന്ദർശനം ഇതിനു പിന്നാലെ. മത്സ്യത്തൊഴിലാളികൾ കടലിൽ അപകടത്തിൽപ്പെട്ടാൽ രക്ഷപ്പെടുത്താൻ കൃത്യമായ സംവിധാനമില്ല എന്ന് ജോണിന്റെ മകൻ ജിനിൽ. കാലാവസ്ഥാ മുന്നറിയിപ്പുകളിൽ പലപ്പോഴും വീഴ്ച സംഭവിക്കുന്നുണ്ട് എന്ന് ഗുരുതര ആരോപണം. സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ചീഫ് സെക്രട്ടറിയുടെ കത്ത് ലോക്ഭവൻ ആവശ്യപ്പെട്ട പ്രകാരമാണെന്ന മന്ത്രി N ഷംസുദ്ദീന്റെ വിശദീകരണം തള്ളി ലോക്ഭവൻ. അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ച് ലോക്ഭവൻ. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കില്ല എന്ന് വ്യക്തമാക്കി മന്ത്രി K മുരളീധരൻ. ചീഫ് സെക്രട്ടറിയുടെ കത്തിന്മേൽ തുടർ നടപടി വേണ്ട എന്ന് മന്ത്രി KM ഷാജി തദ്ദേശ വകുപ്പിന് നിർദ്ദേശം നൽകിയെന്ന് റിപ്പോർട്ട്. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.